ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തമ്മിൽ കണ്ട പോലെ അതാണ് കേട്ടോ ഇന്നത്തെ ടോപ്പിക്ക്. എല്ലാവർക്കും അറിയാലോ, നമ്മൾ മലയാളികൾക്കൊരു ഒരു സ്വഭാവം, എന്തൊക്കെയോ ഇങ്ങനെ കണ്ണി കണ്ടതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൂട്ടും. വർഷങ്ങളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതും പൊട്ടിയതും ഒക്കെ വക്ക് പൊട്ടിയതും കീറിയതും പൊളിഞ്ഞതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. ചിലതൊക്കെ കട്ടിലിൻ്റെ താഴെ, ചിലതൊക്കെ കബോർഡിൻ്റെ ഉള്ളിൽ, ചിലത് അലമാരയുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ടാവും. എന്താ നമുക്കത് കളയാൻ പറ്റാത്തേ, വൈ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? അതിൻ്റെ മെയിൻ ഒരു റീസൺ ഈ പറയുന്ന പോലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റ് രാജ്യത്തുള്ള ആൾക്കാരെ അപേക്ഷിച്ച് നമുക്ക് വസ്തുക്കളോടായിക്കോട്ടെ ആൾക്കാരോടായിക്കോട്ടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇത്തിരി കൂടുതലാണ് അല്ലേ? അതാണ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ. ചിലതൊക്കെ മാറ്റാൻ പറ്റും, ചിലത് നമുക്ക് ഈ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് പീക്കായിട്ടുള്ളത് കൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതിലേറ്റവും ആദ്യത്തെ പിന്നെ നമ്മൾ പറയണ്ടല്ലോ, നമ്മ മലയാളികളിങ്ങനെ ഭാവിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്ന ടീംസാണല്ലോ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷെ നമുക്ക് ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം ഇപ്പോൾ ഉപയോഗിക്കേണ്ടാവില്ല, ഉപയോഗിക്കാൻ പറ്റണില്ല, എന്നാലും എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് പറയണ പോലെ എങ്ങാനും ഉപയോഗിക്കേണ്ടി വന്നാലോ, നമ്മൾ ഈ നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കുന്ന ഡപ്പകൾ, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, മറ്റേ പുതിയ പുതിയ സാധനങ്ങളൊക്കെ വരുമ്പോഴുള്ള ബേസ് ബോർഡൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കും. വർഷങ്ങളായിട്ടുള്ളതുണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മൾ അമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പോണത്, എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റിയാലോ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്കത് കൊണ്ടുപോകാൻ പറ്റിയാലോ. എവിടെ ചിലപ്പോൾ അത് തിരിഞ്ഞു പോലും നോക്കൂല, പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയാലോ എന്നുള്ളൊരു സംഭവം നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ഈ വക സാധനങ്ങൾ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. പിന്നെ വേറൊരു അഡാറ ഐറ്റമാണ് കേട്ടോ. ഞാൻ എക്സാമ്പിൾ ചെയ്താൽ പറയാം. എനിക്ക് എൻ്റെ കുഞ്ഞാൻ്റിക്ക് 2 മക്കളാണ്, എൻ്റെ കസിൻസ് കേട്ടോ. അവരെപ്പോഴും പറഞ്ഞ് കളിയാക്കുന്ന ഒരു സംഭവമുണ്ട്. അമ്മയ്ക്കിപ്പോൾ എന്താ പറയുക, ഒരു കറി വെച്ചു, ആ 2-3 ദിവസമായി കഴിഞ്ഞപ്പോൾ അത് ചീത്തയായിട്ടുണ്ടായിരുന്നു, എന്നാലും അമ്മ എടുത്ത് തിന്നും. അപ്പോൾ ചോദിക്കുമ്പോൾ പറയണേ എന്താ, ഇതൊക്കെ കാശ് കൊടുത്ത് മേടിക്കണല്ലേ. അതാണ് നമ്മുടെ വീട്ടിലുണ്ടാവും ഇതേപോലത്തെ ഒരാൾ. ചില ഐറ്റംസൊക്കെ കേടായി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏറെക്കൂർ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിന് എന്തെങ്കിലും അസ്കിത വരും, എന്നാലും അത് കളയൂല. ചോദിക്കുമ്പോൾ പറയണ ഉത്തരം എന്താ, പൈസ കൊടുത്ത് മേടിച്ചതല്ലേ. പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടീനെ മേടിക്കുന്ന അവസ്ഥയിൽ പോകില്ല ഇത് നമ്മൾ. ഇപ്പം എത്ര പൈസ കൊടുത്ത് മേടിച്ച സാധനമാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വയറിന് ചീത്തയാണെന്നുള്ളത് കൊണ്ട് നമുക്കത് യൂസ് ആക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ഡാമേജ് ആയിട്ടുള്ള ചില സംഗതികൾ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. നമ്മുടെ മലയാളി കുറേ അമ്മമാർക്കുള്ളൊരു പ്രശ്നമാണ്, കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറയാൻ ആൻസർ, ഇതൊക്കെ പൈസ കൊടുത്ത് മേടിച്ചതല്ല, അങ്ങനെ കളയാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഒരാളുണ്ടോ? കമൻറ്റ് വിടോ. പിന്നെ ചില വർഷങ്ങളായിട്ടുള്ള സംഗതികളുണ്ട്, അത് ഞാനും കളയൂല. ഇപ്പം നമ്മളുടെ പാരൻസിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴുള്ള എന്തെങ്കിലും സംഗതികൾ, അതൊക്കെ നമുക്ക് കളയാൻ പറ്റൂല. അതൊക്കെ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ, ഇപ്പം ഞാൻ ജാപ്പനീസുകാരോട് പറയാറുണ്ട്, അവരതൊന്നും സൂക്ഷിച്ച് വെക്കാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരെ സംബന്ധിച്ച് അവരെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഈ പറയണ പോലെ ചെറുതിലേ മുതലേ നമ്മൾ ഭയങ്കര ഇമോഷണൽ, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിട്ട് നമ്മൾ വളരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്കിപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഗതികൾ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു ഇതായിരിക്കും. ചിലപ്പോൾ ഒരു കുഞ്ഞി പേനെങ്കിലും ആയിരിക്കും, പക്ഷെ നമുക്കത് കളയാൻ തോന്നില്ല. കാരണം നമ്മൾക്കത് ഒരുപാട് ഓർമ്മകൾ തരുന്നുണ്ട്, ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്ഡ് ആയിരിക്കും നമ്മളതിൽ. അത് ഞാൻ കുറ്റം പറയൂല. അത് നമുക്കിപ്പോൾ എത്ര ട്രെയിനിങ് കിട്ടിയാലും, എത്രയൊക്കെ ആൾക്കാർ കളയെന്ന് പറഞ്ഞാലും, എത്ര ജാപ്പനീസുകാരുടെ ഫിലോസഫി നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാലും അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ വെച്ചോട്ടോ. പക്ഷേ ഈ വക എന്നെ പോലെ തേങ്ങേൻ്റെ ബോക്സ് ഒരു 10-25 ഞാൻ കബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപയോഗിക്കാം, നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഉപയോഗിച്ചോ? ഇല്ല. അവിടെ അങ്ങനെ ഇരുന്ന് പൊടി പിടിച്ചതല്ലാതെ വേറൊന്നും ഉണ്ടായില്ല. ലാസ്റ്റ് ഞാൻ അതെടുത്ത് കാട്ടിക്കളയേണ്ടി വന്നു. അവിടെയൊക്കെ 2-3 തവണ എനിക്ക് തുടയ്ക്കേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ്. മറ്റേ അഗർബത്തിയുടെ പരസ്യത്തിൽ പറയണ പോലെ, പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ എന്ന് പറയുന്നത് പോലെ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് കാര്യങ്ങളായിരിക്കും. സോ നമുക്ക് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. നമ്മളൊരു 3 ബാസ്ക്കറ്റ് മേടിക്കുക. ബാസ്ക്കറ്റ് മേടിക്കേണ്ടാത്തവർക്ക് 3 കവറുകൾ എടുക്കുക. അപ്പോൾ അതിൽ ഇതുപോലെ നമ്മൾക്ക് ഒരു സാധനം നമ്മളിന്ന് നമ്മളിപ്പോൾ ഉപയോഗിക്കും എന്നുള്ള സംഭവങ്ങൾ നമ്മൾ ആ ഫസ്റ്റത്തെ ഒരു കവറിലോട്ടേക്ക് ആക്കുക. രണ്ടാമത്തത് നല്ല കണ്ടീഷനിലൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നത്, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഡ്രസ്സൊക്കെ ആയിരിക്കും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ വീട്ടിലുള്ള വേറെ ആൾക്കാർക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ദാറ്റ് ഈസ് ഇൻ ഗുഡ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കവറിലോട്ടിടാം. മൂന്നാമത്തത് ഇതേപോലെ ചളുക്കും പൊട്ടിയതും അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് നേരെയാക്കാൻ പറ്റത്തില്ല,
അല്ലെങ്കിൽ എക്സ്പേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കവറിൽ. ഈ കവറിൽ നിങ്ങൾ ആക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇനി വേറെ ഒരു ചില ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നാലാമത്തെ കവർ ഉണ്ടാക്കിയിട്ട് ഭാവിയിൽ നമ്മൾ ഉപയോഗിച്ചാലോ എന്ന് പറഞ്ഞിട്ട് നാലാമത്തെ കവറിലാക്കും. ആ നാലാമത്തെ കവർ വേണ്ട കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യത്തെ കവർ ഭദ്രമായി സൂക്ഷിക്കുക. രണ്ടാമത്തെ കവർ നമുക്ക് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാം. നല്ല കാര്യമല്ലേ? നമ്മുടെ വീട്ടിൽ നന്നായിട്ടിരിക്കുന്ന ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണില്ല, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കും പറ്റുന്നില്ല. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് കൊടുക്കുന്നതല്ലേ ഏറ്റവും നല്ല ഡിസിഷൻ. കൊടുക്കുക. മൂന്നാമത്തത് അവർക്കും കൊടുക്കാൻ പറ്റില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ പൊട്ടിയതും ചളുക്കുമായിട്ടുള്ള പാത്രങ്ങളൊക്കെ എന്തിനാണ് യൂസിച്ച് വെക്കുന്നത് അല്ലേ? ഉപയോഗിച്ച് എല്ലാം എന്താണ് സൂക്ഷിച്ച് വെക്കുന്നേ. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കീപ് ദെയർ, അല്ലെങ്കിൽ അത് കൊണ്ടുപോയി കാട്ടിക്കളയാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് വെക്കുന്ന സാധനങ്ങൾ, അത് മെയിനായിട്ട് നല്ല മുതുക്ക് പാത്രം, മറ്റു ഉരുളി ഇതൊക്കെ ഇരിക്കും. അത് എന്തെങ്കിലും വിശേഷങ്ങൾക്കൊക്കെ ആയിരിക്കും. വർഷത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനത്തെ വിശേഷങ്ങൾ വരുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു നിയമം വെക്കാം. ഇതുപോലെ നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സാധനം വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളത് കൈകൊണ്ട് തൊട്ടിട്ടില്ല അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിന് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യുക. ഡൊണേറ്റ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ കാട്ടിക്കളയാം. ഓക്കെ, ഈ റൂള് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ഇയറിലെങ്കിലും നമ്മളൊരു ഡീപ് ക്ലീൻ ഒക്കെ ചെയ്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഗെറ്റ് ഔട്ട് ഹൗസ് ആക്കിക്കോളും. പിന്നെ മൂന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു സാധനം അത് കയ്യിൽ ഇങ്ങനെ കുറച്ച് നേരം പിടിച്ചു വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളത് പണ്ട് വാങ്ങിച്ചതാണ്, പക്ഷേ ഇപ്പം നമ്മളൊരു കടയിൽ പോയി. ഇപ്പം നമ്മൾ കടയിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം നമ്മൾ കടയിൽ കാണുവാണ്, പുതിയതായിട്ട് ഒരെണ്ണം കാണുവാണ്, അതായത് നമ്മൾ മേടിച്ചിട്ടില്ല. ഇമാജിൻ ചെയ്യുക, ഇന്നായിരുന്നെങ്കിൽ നിങ്ങൾ ആ സാധനം വാങ്ങിക്കോ ഇല്ലയോ? വാങ്ങിക്കും എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെക്കുക. വാങ്ങിക്കില്ല എന്നൊരു സംഭവം അവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കാൻ പോണില്ല. അത് നേരത്തെ പറഞ്ഞ 2 എണ്ണത്തിൽ ഏതെങ്കിലും സംഭവത്തിൽ നിങ്ങൾ കൊടുക്കുക. ഓടിപ്പോയി കബോർഡൊക്കെ ഒന്ന് എല്ലാവരും തുറന്നു നോക്കിയേ, അല്ലെങ്കിൽ ബാഗ് തുറന്നു നോക്കിയേ. വർഷങ്ങളായിട്ടുള്ള വല്ല ബില്ലൊക്കെ ഉണ്ടോ? ഞാൻ പണ്ടുണ്ടല്ലോ ഒരു ദിവസം എൻ്റെ മറ്റ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നതിൻ്റെ മറ്റേ ഫയലില്ലേ, അത് ക്ലീൻ ചെയ്ത സമയത്തുണ്ടല്ലോ, ഞാൻ MBA ചെയ്യണ സമയത്ത് ഉള്ള എൻ്റെ ഏതോ ഒരു ബില്ലടച്ചതിൻ്റെ ഫീസ് അടച്ചതിൻ്റെ മറ്റേ റെസിപ്റ്റ് ഇല്ലേ, അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കണു. എന്തിനാണ്? ഇപ്പം എനിക്ക് കോളേജിൽ പോയിട്ട് ആ റെസിപ്റ്റ് കാണിച്ചു കൊടുത്തിട്ട് പൈസ തിരിച്ചു മേടിക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ. അത് അപ്പം കോഴ്സ് കഴിയുന്നത് വരെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് ഓർത്തിട്ട് നമ്മളത് സൂക്ഷിച്ച് വെച്ചതാ. എന്നിട്ടത് കാട്ടിക്കളഞ്ഞിട്ടില്ല. അത് പോരാത്തതിന് അന്ന് ഞാൻ നാട്ടിലായിരുന്നു, കെട്ടും കിടക്കെടുത്തിട്ട് ദുബായിലേക്ക് വന്നപ്പോൾ പോലും ഞാൻ അതും കിട കൊണ്ടുവന്നു. എന്താ വട്ടല്ലേ, മുതുക്ക് വട്ടല്ലേ എനിക്ക്? അതുപോലത്തെ കുറേ ആൾക്കാരുണ്ട്, ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ അതുപോലെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അങ്ങനത്തെക്കുള്ള സാധനങ്ങൾ നമ്മൾ വെക്കുന്നതുകൊണ്ട് വല്ല യൂസും ഉണ്ടാവും. അതെടുത്ത് കാട്ടിക്കളഞ്ഞ് അത്രയും വൃത്തിക്കും എനിക്ക് ആ ഫയലിരിക്കും. അപ്പം എല്ലാവരും ഓടിപ്പോയിട്ട് ഇന്ന് തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കാട്ടിക്കളയുക. ഇതേപോലെ ഒരു 3 കവർ എടുത്തിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കളയുക, വെക്കുക. ഗിൽ ഫീലിംഗ് ഒന്നും വേണ്ട. നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വെള്ളി വീണു. വർഷങ്ങളായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, നിങ്ങളത് ഒരു കാലത്തും യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ.